കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് അതോടൊപ്പം മുസ്ലിം ലീഗ് നേതൃത്വത്തോടും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അവർ പറയുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ചോദ്യം ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. അത് കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം വെളിപ്പെടുത്തുന്ന ചോദ്യമാണ്. അതിനുത്തരം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്താണ് നിലപാട് എന്ന്, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നിലപാട് എന്ന് അതോടുകൂടി വ്യക്തമാവുകയും ചെയ്യും. നമുക്ക് ആ ചോദ്യം കേൾക്കാം. അതെ, അത് അവരിപ്പം കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടില്ല, ലീഗുകാരും പറഞ്ഞിട്ടില്ല. അവർ പറയട്ടെ, ആര് കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് കൊണ്ടാണ്. കോൺഗ്രസ്സുകാർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ, BJP ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാം. അതിന് പുറമെ ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അവർ പറയേണ്ടതാണ്. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഈ ഗവർണറെടുത്ത ഈ നിലപാടിനോട് പ്രതിഷേധിച്ച് അവർ രാജിവെക്കേണ്ടിയാണ്. അത് രാജിവെച്ചിട്ടില്ല ഇതുവരെ. ഇതിന് എന്തുത്തരമാണ് മുസ്ലിം ലീഗ് പറയുക? മുസ്ലിം ലീഗിന്റെ ഒരു നേതാക്കളും ഇതുവരെയും കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ മൂത്ത നേതാവും യൂത്ത് നേതാവും പറഞ്ഞിട്ടുണ്ട്. മൂത്ത നേതാവ് എന്നുദ്ദേശിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല വ്യക്തമായും പറഞ്ഞു, ഗവർണർക്കെതിരെ സമരം ചെയ്യുന്ന കാര്യം ഇപ്പോഴൊന്നും ആലോചിച്ചിട്ടില്ല എന്ന്. അതോടൊപ്പം തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്ത കോൺഗ്രസിന്റെ പ്രതിനിധികൾ സെനറ്റിലേക്ക് BJP നേതാക്കളോടൊപ്പം BJP പ്രതിനിധികളോടൊപ്പം ഗവർണർ നോമിനേറ്റ് ചെയ്ത കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. ആ നേതാക്കൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല, അത് ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. ഇവർ രാജിവെക്കുമോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് MV ഗോവിന്ദൻ മാസ്റ്റർ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളെ ഗവർണർ നോമിനേറ്റ് ചെയ്തത് ആരുടെ ലിസ്റ്റിന്റെ പ്രകാരമാണ്? ആ ലിസ്റ്റിൽ ബഹുഭൂരിപക്ഷവും RSSന്റെയും BJPയുടെയും നേതാക്കളാണ്. RSSന്റെയും BJPയുടെയും നേതാക്കളെ ബഹുഭൂരിപക്ഷമായി നോമിനേറ്റ് ചെയ്ത് സർവകലാശാലകളിൽ സിൻഡിക്കേറ്റിൽ RSSന്റെയും BJPയുടെയും പ്രതിനിധിയെ എത്തിക്കുന്നതിന് വേണ്ടി ഗവർണർ കളിച്ച ഒരു രാഷ്ട്രീയ കളിയുണ്ട്. ആ രാഷ്ട്രീയ കളിക്ക് കൂട്ടുനിൽക്കുകയാണോ കോൺഗ്രസും മുസ്ലിം ലീഗും? കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും എണ്ണത്തിൽ കുറഞ്ഞ നമ്പറിൽ നോമിനേറ്റ് ചെയ്തതോടുകൂടി അങ്ങനെയാണെങ്കിൽ എന്താണ് ഗവർണർ ചെയ്യേണ്ടത്? കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് അല്ലേ? ആ കോൺഗ്രസിൽ നിന്ന് ഭൂരിപക്ഷം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യേണ്ടേ? അതിനുശേഷം കുറച്ച് അംഗങ്ങളെ RSSന്റെയും സംഘപരിവാറിന്റെയും ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പറയാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല ചെയ്തത്. കോൺഗ്രസിന്റെ അംഗങ്ങളെ ചുരുക്കി BJPയുടെയും RSSന്റെയും അംഗങ്ങളെ കൂടുതലായി നോമിനേറ്റ് ചെയ്തപ്പോൾ ആ പട്ടികയിൽ എങ്ങനെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും അംഗങ്ങൾ വന്നു? അങ്ങനെയാണെങ്കിൽ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനുള്ള, സർവകലാശാല സിൻഡിക്കേറ്റിൽ RSSകാരനെ BJPക്കാരനെ എത്തിക്കാനുള്ള, സർവകലാശാലയുടെ വൈസ് ചാൻസലറായി RSSകാരനെയും സംഘപരിവാറുകാരനെയും നിയമിക്കാനുള്ള ഗവർണറുടെ നീക്കങ്ങൾക്ക് ആരുകൂടി പിന്തുണക്കുന്നു? ആരുകൂടി പച്ചക്കൊടി കാണിക്കുന്നു? കോൺഗ്രസ്സുകാർ പച്ചക്കൊടി കാണിക്കുന്നു, മുസ്ലിം ലീഗും പച്ചക്കൊടി കാണിക്കുന്നു. മുസ്ലിം ലീഗിന് അതിനോട് യോജിപ്പുണ്ടോ? മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്ന ചോദ്യം രാഷ്ട്രീയ കേരളമാണ് ചോദിക്കുന്നത്. ഇത് കേവലം MV ഗോവിന്ദൻ മാസ്റ്റർ ചോദ്യമല്ല, അത് രാഷ്ട്രീയ കേരളത്തിന്റെ ചോദ്യമാണ്. ആ രാഷ്ട്രീയ കേരളത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ബാധ്യതയുണ്ട് കോൺഗ്രസിന്, ബാധ്യതയുണ്ട് മുസ്ലിം ലീഗിന്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. രമേശ് ചെന്നിത്തല ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, ഗവർണർക്കെതിരെയുള്ള കരിങ്കൊടി പ്രകടനത്തിനും ഞങ്ങളില്ല എന്ന്. ഞങ്ങൾ സമരം ചെയ്തത് CPMനെതിരെയാണ്, ആ സമരം ശക്തമാക്കും. അതുകൊണ്ടാണ് നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി കാണിക്കുന്നത്. ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ ഞങ്ങളില്ല. ഗവർണർ ചെയ്യുന്ന നടപടിയോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. എന്താണ് വിയോജിപ്പ്? സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നതിനും ചുവപ്പുവൽക്കരിക്കുന്നതിനോടും ഞങ്ങൾ എതിരാണ്. ഇതാണ് ന്യായം. CPIM ചെയ്യുന്നത്, LDF സർക്കാർ ചെയ്യുന്നത് സർവകലാശാലയെ ചുവപ്പുവൽക്കരിക്കുകയാണ്. അതിനെ ഞങ്ങൾ എതിർക്കുന്നു. അതേസമയം ഗവർണർ ചെയ്യുന്നത് സർവകലാശാലയെ കാവ്യവൽക്കരിക്കുകയാണ്. അതിനെ ഞങ്ങൾ എതിർക്കുന്നു. സമരം ചെയ്യാനൊന്നും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. കുറച്ചുകൂടി കടത്തിപ്പറയുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം പറയുന്നത് അതിനേക്കാൾ രസകരമാണ്, യോഗ്യതയുള്ളത് കൊണ്ടാണ് ഉൾപ്പെടുത്തിയത് എന്നാണ്. ഗവർണറിലെ നോമിനേറ്റ് ചെയ്തത്, ഗവർണറിലെ പട്ടിക തയ്യാറാക്കിയത്, അങ്ങനെ പട്ടിക തയ്യാറാക്കിയതിൽ യോഗ്യതയുള്ളവരുണ്ട്. കോൺഗ്രസ്സുകാർ യോഗ്യതയുള്ളവരാണ്. ആ യോഗ്യത ഉള്ളവർ ഉണ്ടായത് കൊണ്ടാണ് ഉൾപ്പെടുത്തിയത് എന്നാണ്. സമരം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് ഈ നോമിനേഷൻ നടന്നിരിക്കുന്നത് എന്ന് RSS പ്രതിനിധികളെ, സംഘപരിവാറിന്റെ പ്രതിനിധികളെ സർവകലാശാലയിൽ എത്തിക്കാൻ കോൺഗ്രസ് പിന്തുണക്കുന്നു, കൂടെ മുസ്ലിം ലീഗും പിന്തുണക്കുന്നു. അങ്ങനെയല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ രാജിവെക്കണം.
അങ്ങനെയല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ രാജിവെക്കണം, ഈ പ്രതിനിധികൾ രാജിവെക്കണം. അതല്ലെങ്കിൽ അവർ കോൺഗ്രസ്സുകാരല്ല, ഞങ്ങൾ അങ്ങനെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിന് ചങ്കൂറ്റമുണ്ടോ? കോൺഗ്രസ് നേതാക്കൾക്ക് ചങ്കൂറ്റമുണ്ടോ? ലീഗിന്റെ നേതാക്കൾക്ക് ചങ്കൂറ്റമുണ്ടോ? അവർ ഞങ്ങളുടെ നോമിനിയല്ല എന്ന് പറയാൻ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ശരിയാണ്, കോൺഗ്രസ് നിലപാടുണ്ട്, ലീഗിന് നിലപാടുണ്ട് എന്ന്. പക്ഷെ അങ്ങനെയല്ല എന്നതാണ് കാര്യങ്ങൾ. പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ നോമിനേഷന് പച്ചക്കൊടി കാണിച്ചത്, ആ നോമിനേഷന് പിന്തുണ കൊടുത്തത്, പേര് കൊടുത്തത് കോൺഗ്രസിന്റെ ഉന്നതനാണ് എന്നാണ് രാജ്ഭവനിൽ നിന്ന് കിട്ടുന്ന വിവരം. മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ പേരുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കത്ത് കൊടുത്തത്, ഗവർണർക്ക് കത്ത് കൊടുത്തത് കോൺഗ്രസിന്റെ ഉന്നതനാണ് എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് മിണ്ടാൻ കഴിയാത്തത്. സംഘപരിവാറുകാരെ, RSSകാരെ സർവകലാശാലയിൽ കൊണ്ടിരുത്താൻ കൂട്ടുനിന്ന ആ കോൺഗ്രസ് നേതാവ് ആരാണ് എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് തന്നെ വരും ദിവസങ്ങളിൽ ഉയർന്നു വരും എന്ന് പ്രതീക്ഷിക്കാം. അത് മതേതര കേരളത്തിന് അത്യാവശ്യമാണ്. കാരണം ആരാണ് ഒത്തുകളിക്കുന്നത്? പകൽ കോൺഗ്രസും രാത്രി BJPയുമായി, രാത്രി RSSകാരനുമായി മാറുന്നത് ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കൂടിയാകും അത്. കോൺഗ്രസും BJPയും കേരളത്തിൽ ഭായിമാരായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് അതിനുള്ള മറുപടി. ഏതായാലും MV ഗോവിന്ദൻ മാസ്റ്റർ ചോദ്യം ചെയ്ത് തറക്കുന്നത് കോൺഗ്രസ് നേതാക്കളിലാണ്, മുസ്ലിം ലീഗ് നേതാക്കളിലാണ്. അതിന് മറുപടി പറയാതിരിക്കാൻ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കഴിയില്ല. വരും ദിവസങ്ങളിലെങ്കിലും അവർ അതിന് മറുപടി പറയേണ്ടി വരും. കാരണം ഇത് കേരളമാണ്.